ഞാൻ പ്രണയവിവാഹം നടത്തിയ ഒരാളാണ്. മിശ്രവിവാഹമായിരുന്നു. എൻ്റെ ഭാര്യ ഹൈന്ദവ മത ആചാരപ്രകാരം ഇന്നും അമ്പലത്തിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ സിന്ദൂരമിടാറുണ്ട്. അവൾ ആ ആചാരം തന്നെയാണ് ശീലിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒരംശം പോലും അതിന് ഞാൻ ഇന്ന് വരെ എതിർപ്പ് പറഞ്ഞിട്ടുമില്ല. ഇനി അങ്ങോട്ട് മരണം വരെ അതിന് എതിർപ്പ് പറയാനും പോകുന്നില്ല. ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. ഇന്നും ഈദ്ഗാഹ് കഴിഞ്ഞിട്ടാണ് വന്നത്. ഉമ്മാടെയും വാപ്പാടെയും ഖബറിൽ പോയി അവരോട് എൻ്റെ വിഷമം പങ്കുവെച്ച് അനുവാദമായി കൊണ്ടിറങ്ങിയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ജീവിത ശൈലി ഒരു സീറ്റ് നിഷേധിക്കാൻ കോൺഗ്രസ് പാർട്ടി കാരണമായി പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എന്താണ് ചെയ്യാനുള്ളത്? ഭാര്യ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഇനി അതെല്ലാം അവസാനിപ്പിച്ച് ഡൈവേഴ്സ് ചെയ്ത് കോൺഗ്രസിന് വേണ്ടി നിൽക്കണമെന്നാണ് പറയുന്നത്. അതോ ഇനി മതപരിവർത്തനം നടത്തണം എന്നുള്ളതാണോ ഇവരുടെ ആഗ്രഹം? പൊന്നാനി കൊണ്ടുപോയി പഠിപ്പിച്ച് തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ വോട്ട് കിട്ടൂ എന്നുള്ളതാണ് ഇവരുടെ കാര്യം. അങ്ങനെ നിന്നാൽ മുസ്ലിം വോട്ട് നഷ്ടപ്പെടും, ഹൈന്ദവ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള കണ്ടെത്തൽ, ആ കണ്ടെത്തൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാം മതവിശ്വാസിയായ ഞാൻ, എൻ്റെ ഭാര്യ ഹൈന്ദവ മതവിശ്വാസിയാണ്, അവൾ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട്, പള്ളിയിൽ പോകുന്നത് കൊണ്ട് അതിനെ എതിർക്കും എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ ഈ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദ ചിന്താഗതി ഉള്ളവരെന്നാണോ അവർ കരുതിയിരിക്കുന്നത്? അല്ലായെങ്കിൽ അപ്പുറത്ത് മുസൽമാനായ ഞാൻ ഹൈന്ദവ മതവിശ്വാസിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതുകൊണ്ട്, അവൾ അമ്പലത്തിലൊക്കെ പോകുന്നത് കൊണ്ട് ഹിന്ദുക്കളെല്ലാം കോൺഗ്രസിനെ വെറുക്കുമെന്ന് ചിന്തിക്കുന്ന ഹിന്ദു തീവ്രവാദികളെന്നാണോ കോൺഗ്രസ്സുകാർ ചിന്തിച്ചത്? ഇവരുടെ മനോഗതി എന്താണ് എന്നുള്ളത് അത് ഏത് അളവുകോൽ വെച്ചാണ് അളക്കാൻ കഴിയുന്നത്? അപ്പോൾ യഥാർത്ഥ വർഗീയവാദി ആരാണ്? യഥാർത്ഥ വർഗീയവാദി ആരാണ്? ആ വർഗീയവാദി എന്ന് പറയുന്നത് BJP ആണെന്ന് ഞാൻ പറയില്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. യഥാർത്ഥ വർഗീയവാദികൾ ഇരിക്കുന്നത് അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്താണ്. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്താണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, 96-ൽ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത് മുതൽ ഇന്നുവരെയും വർഗീയതയ്ക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ വർഗീയത ആളിക്കത്തിച്ചത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, എൻ്റെ ഈ വാർത്ത കേട്ട് നിങ്ങൾ കൊടുക്കുന്ന ഈ സംപ്രേഷണം കണ്ട് ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാർക്ക് നാളുകളിൽ അതൊരു പ്രചോദനമാകട്ടെ, വഴികാട്ടിയാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് പറഞ്ഞതുകൊണ്ട് ഇമോഷണലായി അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ കണ്ണീര് വാർത്ത് മടങ്ങിപ്പോകാനല്ല ഞാൻ വന്നത്. ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ കാര്യം ആരാണോ എന്നോട് ഈ കാര്യം പറഞ്ഞത്, ആ വ്യക്തിയെ ഞാൻ ഇന്ന് മാധ്യമങ്ങളിൽ പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്ന ആളായിക്കോട്ടെ, ഇനി അതല്ല കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കാൻ നിൽക്കുന്ന ആളായിക്കോട്ടെ, പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പുച്ഛിച്ച് തള്ളും എന്നുള്ള കാര്യത്തിൽ ഒരുവിധ സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാത്തത്. നിങ്ങൾ എഴുതി വെച്ചോ, ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഗീയ കോമരങ്ങൾക്ക് മുമ്പിൽ തമ്പ്ര എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കാൻ എന്നെപ്പോലൊരു കോൺഗ്രസ്സുകാരനെ, കോൺഗ്രസ് എന്നല്ല മതനിരപേക്ഷത മനസ്സിൽ സൂക്ഷിക്കുന്ന, മതേതര കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ ഈ കോൺഗ്രസിന്റെ വിഴുപ്പ് പാണ്ഡവും ചുമന്നുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി അതിൻ്റെ പേരിൽ ഒരു സസ്പെൻഷൻ നോട്ടീസ് ഇപ്പോൾ അടിച്ചവിടെ നിന്ന് തന്നാൽ അത് ഇത്ര മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാർട്ടിയുമായിട്ടുള്ള 26 വർഷക്കാലം, 1/4 നൂറ്റാണ്ടിലധികമുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു തന്നെയാണ് ഇന്നിറങ്ങിയത്. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഭാവി രാഷ്ട്രീയ പാർട്ടി ഞാനിത് പറഞ്ഞല്ലോ, വർഗീയ ചിന്താഗതികളില്ലാത്ത, വർഗീയ കാഴ്ചപ്പാടുകളില്ലാത്ത, പാർലമെന്ററി രംഗം മാത്രമല്ല രാഷ്ട്രീയം. ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വരും ദിവസങ്ങളിൽ അതൊക്കെ പറയും.
ഈ നേതാക്കൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. സോളാർ നിങ്ങൾ കേട്ടത് മാത്രമല്ല, അതിൻ്റെ പിന്നിലും കഥയുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കൂട്ടിക്കൊള്ളണം. ഇപ്പം ചാണ്ടി ഉമ്മൻ അനുഭവിക്കുന്ന മാനസിക വ്യതയുണ്ട്. ചാണ്ടിയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിതുമ്പി കരയുന്നതുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ വേട്ടയാടലുകളാണ്. അതിനകത്ത് 2 or 3 നേതാക്കൾ ചേർന്ന് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന പുതുപ്പള്ളിയുടെ MLA വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ദിവസം ചാണ്ടി എന്നോട് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ആ വേട്ടയാടലുകൾ കോൺഗ്രസ് അവസാനിപ്പിക്കണം. ഇല്ല എങ്കിൽ വേട്ടയാടാൻ നിൽക്കുന്ന ആളുകളുടെ തനി സ്വരൂപം അത് അവർക്ക് പറയാൻ മടി കാണും. പക്ഷേ എനിക്ക് പറയാൻ ഒരു മടിയില്ല. അത് ഞാനിപ്പോൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്.